നമസ്കാരം. നമ്മുടെ നാട്ടിൽ ജാതിയില്ല, ഹിന്ദു 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 ഐക്യം, ഇതാണല്ലോ ഇപ്പോൾ ബി.ജെ.പിയും സംഘപരിവാറുകാരെല്ലാം ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതീയതയെക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഹിന്ദുവിനെ വിഭജിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ നാട്ടിൽ ജാതീയത. അതിനപ്പുറത്തേക്ക് പണ്ട് കാലഘട്ടത്തിൽ ജാതീയത ഉണ്ടായിരുന്നു, ഇന്ന് ജാതീയത ഇല്ല എന്നാണ് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിതിൻ രാജ് എന്ന BDS വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജാതീയത ആണല്ലോ, ഒരു സംശയവുമില്ലോ. അത് ജാതീയതയാണ് എന്നതിന് ഏറ്റവും ഒടുവിലെ അദ്ദേഹത്തിന്റെ ശബ്ദരേഖ തന്നെയാണ് സാക്ഷി. ഇന്നലെ കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതല്ല, ഞാൻ താനും നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. കേട്ടല്ലോ, BDS പഠിക്കാൻ ചെന്ന വിദ്യാർത്ഥിയുടെ അമ്മയുടെ അസുഖം, അച്ഛൻ്റെ തൊഴില്, അവൻ്റെ രൂപം, അവൻ്റെ എഴുത്തുകളുടെ മിസ്റ്റേക്കുകൾ വരെ ക്ലാസ്സിൽ അധ്യാപകരുടെ വേഷത്തിൽ നടക്കുന്നവർ കുട്ടികളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുകയാണ്. അതിൽ അവൻ പ്രതികരിച്ചിട്ടുണ്ട്. അവൻ പ്രതികരിക്കേണ്ടത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. അതിനെ ഇനിയിപ്പോ മറ്റു രീതിയിൽ ആരും വക്രീകരിക്കേണ്ട കാര്യമില്ല. ഗുരുക്കന്മാരോട് തിരിച്ചു പറയാമോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ തിരിച്ച് പ്രതികരിക്കേണ്ടി വരുന്നത്? അപമാനഭാരം പേറുന്ന മനുഷ്യന് ചിലയിടങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ടി വരും. അതവൻ്റെ ഏറ്റവും ഒടുവിൽ അളമുട്ടുമ്പോൾ ചെയ്തു പോകുന്നൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഗുരുനിന്ദ എന്നൊരു വാക്കായിരിക്കും അടുത്തതെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത്. അതായത് ആ ഓഡിയോയിൽ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യമുണ്ട്. ഇഡിയറ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ U2 എന്നവൻ മറുപടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ ശ്രീദേവി നമ്പ്യാരും റാം എന്ന അധ്യാപകരൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഹിന്ദു എന്ന പേരിൽ സവർണ ഹിന്ദുക്കളുടെ പാർട്ടിയായ BJPയുടെ പിന്നാലെ കൊടിയും പിടിച്ച് നടക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹിന്ദു എന്നത് ഈ നാട്ടിൽ ജാതി വ്യവസ്ഥയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞു. അവിടെ ന്യൂനപക്ഷങ്ങളെ കാണിച്ചുകൊണ്ടും മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ടും നിങ്ങളുടെ ഉള്ളിൽ കണ്ടോ നമ്മുടെ എല്ലാ സ്വത്തുക്കളും കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ മറ്റുള്ള സമുദായങ്ങൾക്കെതിരെ മതങ്ങൾക്കെതിരെ എല്ലാം വൈകാരികത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു എന്ന മതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ഉന്നത കോഴ്സുകളിലെത്തുന്ന പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ ഈ നാട് കാണേണ്ടത് തന്നെയാണ്. ഇത്ര ഹൃദയഭേദകമായ കാഴ്ച ഈ അടുത്ത കാലത്ത് നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ആ ജാതി വിഷയത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ ആരും തയ്യാറല്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ജാതി വിവേചനം നിങ്ങൾക്ക് സമസ്ത മേഖലയിലും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് ജാതി എന്ന് പറഞ്ഞാൽ. ഏത് ജാതി? മുന്നോക്ക സമുദായത്തിൻ്റെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്ന സമസ്ത മേഖലകളുമുണ്ട്. ആ നെറ്റ്വർക്കാണ് ഇവിടെ രാഷ്ട്രീയമായി ഭരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അദൃശ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വേടൻ എന്നൊരു കലാകാരനെ നമ്മൾക്ക് ഉദാഹരണമായി എടുക്കാം.
വേടൻ എന്നത് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കലാകാരനാണ്. അയാൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് റാപ്പ് സോങ് ഈ നാട്ടിൽ പാടുകയും അത് വലിയ തോതിൽ ജനകീയമായിട്ടുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കുകയും യുവത്വം അതിനെ ഏറ്റെടുക്കുകയും ചെയ്ത് അതിന് പിന്നാലെ അദ്ദേഹം പാടിയ ഒരു പാട്ടിൽ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പ്രാനുമല്ല ആണെങ്കിൽ എനിക്കൊരു തൈരുമല്ല എന്നൊരു വഴി പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരെ ഒരു പൊതുവികാരം എവിടെ നിന്നോ ഉയർന്നു വന്നു. ആരാണ് ഹിന്ദുവായിട്ടുള്ള വേടനെതിരെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വലിയ വൈകാരികത ഉയർത്തിക്കൊണ്ടുവന്നത്? നിങ്ങൾ ഈ റാപ്പൊന്നും അല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുലത്തിന് വേണ്ടി ചില സംഗീതങ്ങൾ ഞങ്ങൾ ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയത് ഏത് ഹിന്ദുക്കളാണ്? വേടൻ എന്ന ഹിന്ദുവിനെ ഇകഴ്ത്താൻ വേണ്ടി ഇവിടെ സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന പലരുടെയും ശബ്ദം ഉയർന്നു വരുന്നത് നമ്മൾ കേൾക്കാനിടയായി. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു ലഹരി കേസ് ഉണ്ടായി. എങ്ങനെ? അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ ചെന്നിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എക്സൈസ് റെയ്ഡ് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് വേടന്റെ സ്വന്തം വീടല്ല, സുഹൃത്തിന്റെ ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിൽ ചെല്ലുമ്പോൾ വേടന്റെ കൈവശത്ത് നിന്ന് അത് പിടിച്ചിട്ടില്ല. ഫ്ളാറ്റിൽ നിന്നും അങ്ങനെ ലഹരി പിടിച്ചാൽ ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? വേടനെയാണോ? അല്ലല്ലോ, വേടനല്ല. ആ വീടിന്റെ ഓണർ ആരെയാണ്? അയാളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ആരെയാണ് അറസ്റ്റ് ചെയ്തത് വേടനെയായിരുന്നു. ആ വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മറ്റേ നെറ്റ്വർക്ക് ഉടനടി പ്രവർത്തിക്കുകയാണ്. എക്സൈസ് അറസ്റ്റ് ചെയ്ത കേസിൽ അദ്ദേഹത്തിൻ്റെത് പുലിപ്പല്ലാണെന്നൊരു സംശയം ഉണ്ടാകുന്നു. ആ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി നിങ്ങൾ ചിന്തിക്കണം. അതായത് എക്സൈസിന് തോന്നിയ കാര്യം ഉടനടി ഇതേ നെറ്റ്വർക്കിലുള്ള മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കാര്യം മാധ്യമ മേഖല നിയന്ത്രിക്കുന്നത് അതിലെ റിപ്പോർട്ടർമാർ, അവതാരകമാർ ഭൂരിപക്ഷം ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഈ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി പോകുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാകും. ഉടനടി പുലിപ്പല്ല് കണ്ടെത്തി എന്നുള്ള കാര്യം എക്സൈസുകാർക്കിടയിൽ നടന്നൊരു സംഭവത്തെ ഒരു വലിയ വാർത്താ വിസ്ഫോടനമാക്കി പുറത്തു മാറ്റുകയാണ്. ഉടനടി ആ നെറ്റ്വർക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞതിന് പിന്നാലെ ആ നെറ്റ്വർക്കിന്റെ മറ്റൊരു കണ്ണിയായിട്ടുള്ള ഫോറസ്റ്റ് ഉടനടി ഈ വിഷയത്തിലേക്ക് വരികയാണ്. ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ വരുന്നു, വേടനെതിരെ കേസെടുക്കുന്നു. അയാൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയ ഒരു ഹൈപ്പിന്റെ ഭാഗമായിട്ട് അയാളെ ഇല്ലായ്മ ചെയ്യാൻ ഈ നെറ്റ്വർക്ക് വളരെ വിദഗ്ധമായിട്ട് അവരുടെ ശേഷി ഉപയോഗപ്പെടുത്തി എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ കണ്ടതാണ്. പൊതുവികാരം ഉണർന്നപ്പോഴാണ് പിന്നീട് ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്. എന്നിരുന്നാൽ പോലും പിന്നീടൊന്ന് ആലോചിച്ചാൽ മതി, വേടനെതിരെ തന്നെ പീഡന പരാതികൾ വരികയാണ്. അതിൽ ആദ്യത്തെ പരാതി വരുന്നു. ആ പരാതി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് ഏതോ ഒരു പെൺകുട്ടി അദൃശ്യമായി ഇരുന്ന് പരാതി അയക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, മുഖ്യമന്ത്രിക്ക് നേരെ കിട്ടിയ പരാതി മുഖ്യമന്ത്രി എന്തായിരിക്കും ചെയ്യുന്നത്? ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കും. അപ്പോൾ കോൺഫിഡൻഷ്യലായിട്ട് സർക്കാരിന്റെ നെറ്റ്വർക്കിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഉടനടി മാധ്യമങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. പരാതി കൊടുത്ത ഉടനെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും കൊടുത്ത പരാതി അവിടെ നിന്ന് ലീക്ക് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് ചില മാധ്യമങ്ങളിലേക്ക് എത്തുന്നത്? ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിന്ന് അത് ചർച്ച വേറെ രീതിയിൽ വികസിപ്പിക്കുകയാണ്. അതായത് പൊതുജനത്തിന് ഇതൊരു സർവ്വസാധാരണ സംഭവമാണെന്ന് ഈ നെറ്റ്വർക്കിലൂടെ തോന്നിച്ചതിന് ശേഷം ഇവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവിനെ എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് അതിലൂടെ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു വേടൻ. അത് അയാൾ ഒരു പബ്ലിക് ഫിഗർ ആയപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുപോലെയാണ് പല കുട്ടികളും ഇന്നത്തെ കാലഘട്ടത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുമ്പോൾ അവരെന്നും അതിന് യോഗ്യരല്ല എന്ന് തോന്നുന്ന ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന തൊഴിലുകൾ ചെയ്ത് ജീവിച്ചോളണം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഉന്നത ജോലികളിലേക്ക് കടന്നു വരേണ്ട കാര്യമില്ല. അതൊക്കെ ഇവിടത്തെ ഒരു പ്രത്യേക പ്രിവിലേജ് വിഭാഗക്കാരുടെ കുത്തകയാണ്. ഞങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ മേഖലയിൽ അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്നതിന്റെ തെളിവാണ് നിതിൻ രാജ് അനുഭവിച്ചിരിക്കുന്ന മാനസിക പീഡനങ്ങൾ എന്ന് പറയുകയാണ്. അതായത് ഇതെല്ലാം ഈ നാട്ടിൽ ഒരൊറ്റ ഹിന്ദുവിന് മാത്രമേ പാടുള്ളൂ. ആ ഹിന്ദുക്കൾ ഇതെല്ലാം പഠിക്കും, അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യും. നിങ്ങൾ ഈ നാട്ടിൽ കുലത്തൊഴിലുകൾ മാത്രം ചെയ്യേണ്ടവരാണ്. ഇവിടെ നിങ്ങളെ ആരൊക്കെയാണ് ഇങ്ങോട്ട് പഠിക്കാൻ കയറ്റി വിട്ടത്? അത് ഇന്നിപ്പോൾ പഠിപ്പിക്കാൻ നിൽക്കുന്ന അധ്യാപകരാണെങ്കിൽ പോലും ആ നെറ്റ്വർക്കിലുള്ള നമ്മുടെ നാട്ടിൽ മാതാപിതാ ഗുരു എന്നൊക്കെ പറയുന്നവരുടെ മനോഭാവം എന്താണെന്ന് നിതിൻ രാജ് അനുഭവിച്ച ആ മാനസിക വിഷമം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു അദൃശ്യമായ നെറ്റ്വർക്കിലൂടെ എത്ര പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസരങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കണ്ടതാണ്, ഒരു ഡോക്ടറേറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു അധ്യാപിക ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടിയോട് ചെയ്ത പ്രവർത്തനങ്ങളും ആ പ്രവൃത്തി ചെയ്ത
അധ്യാപികയ്ക്ക് മറ്റേ നെറ്റ്വർക്ക് ഉടൻ ഇടപെട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രധാനപ്പെട്ട പദവി കൊടുത്തത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൽ മുന്നോക്കക്കാർ മാത്രമേ ഹിന്ദുവിലുള്ളൂ എന്ന് ഈ ഒരു നിതിൻ രാജിന്റെ സംഭവം കണ്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ഹിന്ദുവിന്റെ പേരിൽ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പേരിൽ കൊടി പിടിക്കാൻ പോകുന്നവർ മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ തിരികെ കൊണ്ടുവരാൻ സവർണ ഹിന്ദുക്കൾ നടത്തുന്ന ഒരു പരിശ്രമ രാഷ്ട്രീയമാണ് ഇന്ന് കാണുന്ന BJP എന്ന് പറയുന്നത്. അവർ ഈ നാട്ടിൽ ഇപ്പോൾ ജാതീയതയില്ല, എല്ലാ ഹിന്ദുവും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ നെറ്റ്വർക്കിന്റെ കണ്ണികൾ ഇന്ന് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് മടങ്ങി വന്നേ മതിയാകുള്ളൂ. അതിന് ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളെ ഒരുമിച്ച് നിർത്തിയതിനു ശേഷം അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഹിന്ദുക്കളെ എങ്ങനെയാണ് അവർ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായിട്ട് വേണം ഈ നിതിൻ രാജിന്റെ കൊലപാതകത്തെ കാണേണ്ടത്. പുരോഗമന സംസ്കാരം നമ്മളിലേക്ക് എത്തി, അല്ലെങ്കിൽ പുരോഗമന സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതെല്ലാം പുറമേ ഉള്ള ഒരു പൊള്ളത്തരം മാത്രമാണ്. അതിന്റെ അകക്കാമ്പെന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ജാതീയതയാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നതാണ്. ഒരു കുട്ടിക്ക് അപമാന ഭാരത്താൽ പഠിക്കുന്ന കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ജാതീയതയോർത്ത് തല താഴ്ത്തേണ്ട സാഹചര്യമാണെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്.